നമുക്ക് ഇ.പി. ജയരാജന്റെ പ്രതികരണം ഒന്ന് കാണാം. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ്. അദ്ദേഹം അർജന്റീന ആരാധകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു നാക്കുപിഴ സംഭവിച്ചു, മേഴ്സി എന്ന് പറയേണ്ടി പറഞ്ഞു. പക്ഷേ ആർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ കളിക്കാരെയും അറിഞ്ഞുകൊള്ളണമെന്നോ കൃത്യമായിട്ട് പറയാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹം തുറന്നു പറയാൻ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ നോക്കൂ, അർജന്റീന തന്നെ ഇത്തവണയും ലോക ഫുട്ബോൾ ചാമ്പ്യന്മാരാകുമെന്ന് മുൻ കായിക മന്ത്രി ഇ.പി. ജയരാജൻ പറയുകയാണ്. എന്നാൽ അർജന്റീന തോൽക്കുമെന്നാണ് ഇ.പി. ജയരാജന്റെ കൊച്ചുമകളുടെ പ്രവചനം. അംഗീകരിക്കില്ല ഞങ്ങൾ. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട്. ലോകകപ്പ് തുടങ്ങാൻ അല്ലെങ്കിൽ ഫൈനൽ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുകയാണ്. ജയരാട്ട ഒരു അർജന്റീന ആരാധകൻ കൂടിയാണ്. ഈ ഘട്ടത്തിൽ വിജയത്തിൽ കുറഞ്ഞ പ്രതീക്ഷ ഉണ്ടാവില്ലെന്നറിയാം. എന്തായാലും എങ്ങനെയാണ് ഫൈനൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഞാൻ പൊതുവേ ഈ ഫുട്ബോളിനെ ആകെ സ്നേഹിക്കുന്ന ഒരാളാണ്. എല്ലാ നല്ല കളിക്കാർക്കും പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. എല്ലാവരെയും ആ കാര്യത്തിൽ അംഗീകരിക്കാറുമുണ്ട്. പക്ഷേ അർജന്റീന ഇതുവരെയുള്ള കഴിഞ്ഞ 2 മത്സരങ്ങളിലും എടുത്തു നോക്കിയാൽ, അതായത് കഴിഞ്ഞ ലോകകപ്പ് മത്സരത്തിലും ഇപ്പോഴുമെല്ലാം നല്ല പെർഫോമൻസാണ് അവർ കാണിച്ചത്. അതിൽ മെസ്സി നല്ല ഒരു കളിക്കാരനായി ഫോമിലാണ്. അതെ. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ഫുട്ബോൾ പ്രേമികളാകെ അവരോടൊപ്പം നിൽക്കും, അതിനെ പ്രോത്സാഹിപ്പിക്കും. അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്, ഒരു ഫുട്ബോൾ സ്പിരിറ്റാണ്. ഇപ്പോൾ അർജന്റീനയും സ്പെയിനും മത്സരരംഗത്തേക്കാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ കടുത്ത മത്സരമാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ആ ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള വേൾഡ് കപ്പ് ഫിഫ ടൂർണമെൻറ്റിൻ്റെ ആ കളി കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. നാടാകെ ആ ലഹരിയിലാണിപ്പോൾ. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ അർജന്റീന ലോകകപ്പ് നേടും എന്ന് തന്നെയാണ്. ഒരു ഏറ്റവും നല്ല കളിക്കാരനായി ലോകം അംഗീകരിക്കുമെന്നുള്ളതാണ്. 39 വയസ്സ് പ്രായമായി. അപ്പോൾ ഏറ്റവും നല്ല മെച്ചപ്പെട്ട കളിക്കാരനായിട്ട് തന്നെ ലോകം അംഗീകരിക്കും. കഴിഞ്ഞവണ കൊച്ചുമക്കളാണെന്ന് തോന്നുന്നു ജയരാടനെ. ഇവരാണല്ലോ. ഏതാ ടീം ചോദിക്കണ്ടല്ലോ അല്ലേ? പോർച്ചുഗലാണ്. നേരത്തെ പുറത്തായി. ഇപ്പൊ ഏതാ ടീം? സ്പെയിൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അർജന്റീന ജയിക്കുന്ന പറഞ്ഞത്. കാരണം അർജന്റീനക്ക് കുറെ സ്റ്റാറ്റ്സ് ഉണ്ട്, സ്പെയിനേക്കാളും സ്റ്റാറ്റ്സ് ഉണ്ട്. നല്ല ഫുട്ബോൾ അവനോ അച്ചാച്ചന്റെ കൂടെ തന്നെയാണ്. എങ്ങനെ കളി കാണല്ലോ? ആരാ ഇഷ്ടപ്പെട്ട കളിക്കാരൻ? ആരാ? സ്പെയിനാണ്. രണ്ടാളും സ്പെയിനാണെന്നാ പറയുന്നത്. കുഴപ്പമില്ല, അർജന്റീന ജയിക്കും. അതെ, അർജന്റീന ജയിക്കും. അർജന്റീന തോക്കും. അച്ചാച്ചൻ പറയുന്നത് അർജന്റീന ജയിക്കുന്നു. പക്ഷെ കൊച്ചുമോള് പറയുന്നത് അർജന്റീന തോക്കും. നമുക്ക് നോക്കാം അല്ലേ? നാളെ രാവിലെ നോക്കാം. എന്തായാലും അത് തന്നെയാണ്, കളിയുടെ ആവേശത്തിലാണുള്ളത്. അപ്പോൾ ചേട്ടാ ഓക്കെ, നമുക്ക് നാളെ കാണാം അല്ലേ? ഈ ലോകമാകെ ഈ ഫിഫ ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ഫുട്ബോൾ മത്സരം പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ താല്പര്യത്തോടു കൂടി ജനങ്ങളാകെ ആ കളി കാണാൻ കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ നമുക്ക് അർജന്റീന ജയിച്ച് നേരിട്ട് കാണാം. കളി കാണട്ടെ, വേഗം കാണട്ടെ. ഇന്നലെ വെച്ച് തിരക്കാക്കുന്നുണ്ട്. എന്തായാലും വലിയ ആവേശത്തിലാണ് ലോകം മുഴുവനുള്ളത്. മുൻ കായിക മന്ത്രി കൂടിയായിട്ടുള്ള ഇ.പി. ജയരാജൻ അവരുടെ കുടുംബാംഗങ്ങളുമാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അർജന്റീന വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇ.പി. ജയരാജൻ പങ്കുവെക്കുന്നത്. പക്ഷേ കൊച്ചുമോൾ പറയുന്നത് സ്പെയിൻ ആയിരിക്കും ജയിക്കുക എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവാശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. അതാണ് റോഷൻ. ഒരു കുടുംബത്തിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ സെമിഫൈനലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അച്ഛൻ ബ്രസീലാണ്, മക്കൾക്ക് വേണ്ടി കൂടെ കൂട്ടി കളി കാണാം. അതിന് എത്ര പേർ, ഒരു വീട്ടിൽ തന്നെ എത്രയോ ആളുകൾ, വ്യത്യസ്ത ടീമുകളുണ്ട്. ഇവർ പരസ്പരം ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ പരസ്പരം ഇരുന്ന് കളിയെ സംസാരിക്കും. അതെ, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഫുട്ബോൾ ചർച്ച. പക്ഷേ ഒരു അതിര് കവിഞ്ഞ ഒരു പ്രശ്നത്തിലേക്ക് ഇത് പോവുകയുമില്ല. അതാണ് ആ ഒരു സ്പോർട്സ്മാൻ. അത് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പൊ കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും ഈ എതിർ ടീമുകൾ തമ്മിലുള്ള തർക്കങ്ങളും മർദ്ദനങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ ഒരു ആവശ്യവും യഥാർത്ഥത്തിൽ ഇല്ല. നമ്മൾ ഈ ഒരു രസത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ടീമിന്റെ ജേഴ്സി എടുത്തിടുന്നത്, ആ ഒരു ടീമിനെ ആരാധിക്കുന്നത്, കളിക്കാരുടെ പേര് പറഞ്ഞ് വാക്ക് തർക്കം ഉണ്ടാവുന്നത്. പക്ഷെ വാക്ക് തർക്കത്തിന് അപ്പുറത്തേക്ക് പോകരുത്. ഫിഫ റാങ്കിങ്ങിൽ റോഷ്നി ചില പ്രധാന പോയിന്റുകൾ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. എല്ലാ പ്രേക്ഷകർക്കും അറിയാം, റോഷ്നിക്കും അറിയാം. ഫിഫ റാങ്കിങ്ങിൽ 1ഉം 2ഉം സ്ഥാനക്കാർ ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇതാദ്യമായിട്ടാണ്. യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും ലോക ചാമ്പ്യന്മാരായ ബ്രസീലും. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അർജന്റീനയുടെ 7ാമത്തെ ലോകകപ്പ് ഫൈനലാണിത്. 1930, 1978, 1986 അതിൽ നമ്മൾ കപ്പടിച്ചു. 1990, 2014, 2022 അതിൽ നമ്മൾ കപ്പടിച്ചു. 2026 വീണ്ടും ഇറങ്ങുന്നു. ജർമ്മനി മാത്രമാണ് 8 തവണ
അർജന്റീനയേക്കാൾ കൂടുതൽ തവണ ലോകകപ്പിന്റെ ഫൈനൽ കളിച്ചിട്ടുള്ളത്. Okay. റോഷ്നി ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോ 3 തവണ ഈ ചരിത്രമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ കളി കണ്ടാൽ പോരാ. 3 തവണ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തുടർച്ചയായ രണ്ടാമത്തെ കിരീടം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 തവണ അടുപ്പിച്ച് കിരീടം നേടിയ 2 ടീമേ ഉള്ളൂ. ഒന്ന് ഇറ്റലി, 2 ബ്രസീലാണ്. 3ാമത്തെ ടീമായി മാറാൻ അർജന്റീന തീരുമാനിച്ചു. കഴിഞ്ഞാൽ തുടർഭരണം നമുക്ക് ഉറപ്പ്. അതേസമയം 2010 ലോക ജേതാക്കളായ സ്പെയിൻ ഇത് 2ാം ലോകകപ്പ് ഫൈനൽ തോൽവി അറിയാതെ 37 മത്സരങ്ങൾ പൂർത്തിയാക്കിയാണ് സ്പാനിഷ് പടയുടെ ഫൈനൽ പ്രവേശനം എന്ന് പറയുമ്പോൾ തുടർച്ചയായി 16 17 മത്സരങ്ങൾ കൃത്യമായി ഒന്നുകൂടി നോക്കണം വിജയിച്ചിട്ടാണ് അർജന്റീനയുടെ വരവ്. അപ്പോൾ തുല്യ ഇതാണ് കണക്ക്, ഇതാണ് കാര്യം. ഇനി കാണാൻ പോകുന്നത് കളി. യെസ്.